Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. ബിക്കു, നമ്മൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിന് സങ്കടം വരുത്തിയാൽ, നഷ്ടം വരുത്തിയാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അതൊക്കെ കാലം മായ്ക്കണം. ആനയ്ക്കൊന്നും മറക്കാൻ പറ്റില്ല. പൊടിക്കളൊന്ന് വലിയ സെന്റിമെന്റിലാണല്ലോ. ദേ, താഴ്വാരത്തിലെ ആ വീട് കണ്ടോ? ആ നക്ഷത്രമില്ലാത്ത വീടോ? അതെ അതെ, ആ വീടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. അത് പണ്ട് പറഞ്ഞതല്ലേ, ഇപ്പൊ എന്തിനാ വിഷമിക്കുന്നത്? പറഞ്ഞതുകൊണ്ട് നമ്മുടെ ദുഷ്പ്രവൃത്തിയുടെ നൊമ്പരം മാറില്ല മിക്കു. അവരുടെ വേദന ഞാൻ അറിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തീർന്നു. ഇനിയും വാഴത്തോട്ടം പണിയെടുത്തുണ്ടാക്കാൻ വയ്യ. ദൈവമേ, ജീവിക്കാൻ വേറെ മാർഗവുമില്ല. വലിയപ്പച്ച, ഒറ്റ പ്രാവശ്യം കൂടി നമുക്ക് വാഴ നടാം. ദൈവം നമ്മളെ കാക്കും. ആ ആന ഇനി വരാതിരുന്നാ മതിയായിരുന്നു. ആ ആന ഇനി വരില്ല, ഒരാനയും വരില്ല. ഇത് പൊടിക്കളത്തിന്റെ വാക്കാ. അങ്ങനെ അവർ വീണ്ടും വാഴ നട്ടു, വെള്ളം കോരി. പക്ഷേ അതിനു മാത്രം ആരോഗ്യം അവർക്കില്ലായിരുന്നു. പിന്നെ ആ കൊച്ചുകുട്ടി പാവം വാഴ വാടിക്കരിയുമെന്നായി. ആ വീട് നിരാശയിൽ മുങ്ങി. എല്ലാം നശിച്ചില്ലേ? ഇല്ലില്ല, ഇല്ല, ഒന്നും നശിച്ചില്ല. അവർ നിർത്തിയെടുത്ത് ഈ പൊടിക്കളങ്ങട്ട് തുടങ്ങി. അതെങ്ങനെ? എന്നും രാത്രിയാവാൻ ഞാൻ കാത്തിരുന്നു. എന്നിട്ട് ആരും താങ്കളെ കണ്ടുപിടിച്ചില്ലേ? എന്നും രാത്രിയാവാൻ ഞാൻ കാത്തിരുന്നു. ഒരിക്കൽ തളിർത്തു നിൽക്കുന്ന വാഴകൾ കണ്ട് അവരമ്പരന്നു. ദൈവത്തിന്റെ സഹായം കണ്ട് അവരന്തം വിട്ടുനിന്നു. പക്ഷേ അവരെന്റെ ചവിട്ടടി കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആനയൊന്നും മറക്കില്ല. അങ്ങനെ പാവപ്പെട്ടവന് സ്വന്തമായ ഒരു ആനയെ കിട്ടി. സ്വന്തം പുത്രനെ പോലൊരാന. ഇത് ഈ വർഷത്തെ എന്റെ ക്രിസ്മസ് സമ്മാനം. നമിക്കണം എന്റെ അമ്മേ. പൊടിക്കളൊരു സംഭവം തന്നെയാ. അതെ, എനിക്ക് ഈ സംഭവം നമ്മുടെ പിള്ളേരോട് പറയാൻ തിടുക്കമായി. ആ വീട്ടിൽ മാത്രം നക്ഷത്രമില്ല, അത് നമ്മൾ നോക്കും. കള്ളാ, ഇന്നലെ അടിച്ചു മാറ്റിയ 2 നക്ഷത്രം അതിനാണല്ലേ? ഓ, ഈ രാത്രി വേഗമൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ.
പ്രതീക്ഷിച്ചില്ല. ഭയങ്കരം, ഓർത്തിട്ട് നിൽക്കാൻ വയ്യ. പൊടിക്കള ഒരാനയല്ല, ഒരു ഒന്നൊന്നര ആനയാ. ഇങ്ങനെ ഒരു ക്രിസ്മസ് സമ്മാനം നമുക്കും കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ നക്ഷത്രം ആ പാവപ്പെട്ട വീട്ടിൽ തൂക്കിയപ്പോ തന്നെ ഏത്? കുരിള്. നോ കുരിള്, ബട്ട് കുളിര്. അതെ, കുരിള്. ഹോ, പൊടിക്കളം കലക്കി. യു ആർ സോ സ്വീറ്റ്. ഹാപ്പി ക്രിസ്മസ് പൊടിക്കളം. യു അറേഞ്ച് എ ലിക്ക്. വേണ്ട, വീണ്ടും കുരിള് തോന്നുന്നു. കുളിര്. ആ, അത് തന്നെ ഈ സാധനം. ഞാനൊരു ആനയായിരുന്നേൽ മൊത്തം വാഴയെ ഞാൻ നനച്ച് തളർപ്പിച്ചേനെ. അതിന് ഇപ്പൊ ഒരു കുട്ടിയാനയാണല്ലോ. വേഗം പോടി, വാഴ നനയ്ക്ക്. അതിനു മുമ്പ് ഞാൻ തൊണ്ടയൊന്ന് നനക്കട്ടെ മിക്കു. എന്തെങ്കിലും പഴം കിട്ടുവോ? വെള്ളം കുടി, നല്ല കുളിര് കിട്ടും. ദൈവം ഏറ്റവും നല്ല സമ്മാനമായ ഉണ്ണീശോ ലോകത്തിൽ നൽകിയതും രാത്രിയില. ജോണി, ഒരു കാര്യമുണ്ട്. ഇന്ന് വൈകിട്ട് എനിക്ക് ആ നക്ഷത്രങ്ങൾ ഗ്രാമത്തിലെ ആ വീട്ടിൽ തൂക്കണം. അതിനെന്താ, നമ്മൾ അത് തീർച്ചയായും തൂക്കും. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ ഞാൻ 4 സ്റ്റാർ തൂക്കും. അതെങ്ങനെ? തോറ്റ വിഷയങ്ങളുടെ മേളിൽ സ്റ്റാർ അടയാളം ഉണ്ടാവും. കലക്കി. 5 സ്റ്റാർ ജോപ്പൻ. ഇനി ക്രിസ്മസിന് 2 ദിവസം നമുക്ക് പുൽക്കൂട് വേണം, കരോളും വേണം. അതൊക്കെ ഓക്കെ, പക്ഷേ ആദ്യത്തെ ട്രീ, ആദ്യത്തെ പുൽക്കൂട് എല്ലാം ഞാൻ പറഞ്ഞ വീട്ടിൽ. ഡൺ. ഇനി ക്രിസ്മസ് വരെ നമ്മൾ ഫ്രീ അല്ലേ? എന്നാ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞ് വീട്ടിൽ പോയി വല്ല പൊറോട്ടയും മീൻകറിയും കേക്കും ഐസ്ക്രീമും മറ്റും കഴിച്ചിട്ട്. അതെ, പോരുന്ന വഴിക്ക് 2 പരിപ്പ് വടിയും കൂടി കഴിച്ചിട്ട് വാ. എന്റെ അമ്മേ. ശരിയാ, ക്രിബിനും ട്രീക്കുമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവാ. ഓക്കെ ബ്രോസ്, ഓക്കെ. അപ്പോൾ വൈകിട്ട് 6 മണിക്ക് കാണാം. ഈ വീട്ടിലെ നക്ഷത്രവും ഏറ്റവും ഉയരത്തിലാണ്. ഭയങ്കര നിറഞ്ഞു പ്രകാശിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, ഞങ്ങളെത്തി. ഹൃദയത്തിൽ നിറയെ നന്മയുള്ള കുറെ കൂട്ടുകാർ ഇവിടെയുണ്ടെന്ന് മാലാഖ പറഞ്ഞു. മിന്നുങ്ങേ. കൂട്ടുകാരെ, ഞങ്ങൾ ഈ ട്രീയിലെ ദീപങ്ങളായി മിന്നിത്തിളയാം. ഈ വീട്ടിൽ ഞങ്ങൾ ദീപം തിളയ്ക്കാം. ഹായ്, അത് കലക്കും. അതെ, നമ്മുടെ പണികളെല്ലാം പൂർത്തിയായി. എന്തൊരു ഭംഗി, എന്ത് രസം. കൂട്ടുകാരെ, ഈ ഭവനത്തിന് പൊടിക്കളം കൊടുത്ത് ക്രിസ്മസ് സമ്മാനമാണ് ദേ തളിർത്ത് നിൽക്കുന്ന വാഴത്തോട്ടം. ഈ വീടിന് മിന്നാമിന്നുകളുടെ സമ്മാനം ഇതാ തിളങ്ങി കത്തുന്നു. ഇവർക്ക് ജോപ്പൻ ആൻഡ് ജോപ്പൻ സമ്മാനിക്കുന്നു. പൊറോട്ടയും മീനും. നോ, തുണിത്തരങ്ങൾ വല്യപ്പനും വല്യമ്മച്ചിക്കും തക്കുടു കുട്ടനും. ഈ ക്രിസ്മസ് കാലത്ത് പാവം ജോപ്പൻ നേരത്തെ എണീറ്റു, തൊഴുത്ത് വൃത്തിയാക്കി, പാത്രം കഴുകി. മനസ്സിന് എന്ത് സുഖം. എല്ലാം ഡാഡിയും മമ്മിയും മേടിച്ചു തന്നതാ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സമ്മാനം. വല്യപ്പച്ചനും അമ്മച്ചിക്കും മരുന്ന് വാങ്ങാനുള്ള പണം, തക്കുടൂന് പഠിക്കാനുള്ള പുസ്തകങ്ങൾ. ഇതാ ഈ കാട്ടിലുള്ള വിവിധ ഇനം പഴങ്ങൾ. അമൂല്യങ്ങളാണിവ. എന്റെ ക്രിസ്മസ് മംഗളങ്ങൾ. ഇവൻ ഞങ്ങളുടെ മൂത്ത പുത്രനാ. പുത്രനാ. ഹോ, ആ വാഴത്തോട്ടം എന്ത് രസായിരുന്നു. അത് മുഴുവൻ ചവിട്ടി മെതിച്ചു. എന്നിട്ട് പുതിയതുണ്ടാക്കിയല്ലോ. ഈ വീട്ടിലെ ധൂർത്ത അല്ല മൂത്ത പുത്രൻ കേക്ക് സമ്മാനിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. ഇതിപ്പോ മുറിക്കരുതോ അതോ പിന്നെ മുറിക്കുന്നോ? ഓടാ കുടിയ, ക്രിസ്മസിനെ ക്രിസ്മസ് മാത്രം. സ്നേഹിതരെ, ഇതാണ് സ്വർഗീയ രാത്രി.
എന്ത് സന്തോഷം നമ്മുടെ ഉള്ളിൽ. നമ്മൾ ചെയ്ത ത്യാഗത്തിന്റെ ഫലമാ നമ്മൾ കൊടുത്ത ക്രിസ്മസ് സമ്മാനങ്ങൾ. അല്ലാതെ മാതാപിതാക്കളുടെ കയ്യിലുള്ള പണം കൊടുത്തു വാങ്ങുന്ന സമ്മാനം നമ്മുടെ ഉള്ളു നിറക്കില്ല. നമ്മൾ ത്യാഗം ചെയ്തു. നമ്മുടെ നല്ല മാതാപിതാക്കൾ നമുക്കതിന്റെ പ്രതിഫലം തന്നു. നമ്മുടെ ത്യാഗം കണ്ട് സ്വർഗത്തിലെ മാലാഖമാർ കൈയടിക്കും, ഉറപ്പാ. ദേ എല്ലാരും ശ്രദ്ധിക്ക്. ദേ കേട്ടോ, എന്ത്? ദേ കേട്ടോ, മാലാഖമാരുടെ കയ്യടി. ഹായ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇനി കരോളിന് കാണാം.